നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. പുറപ്പാട് അധ്യായം 20. പുറപ്പാട് അധ്യായം 20 വാക്യം 12. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അന്യദൈവങ്ങളെ ആരാധിക്കുന്നതും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും ദൈവനാമം ദുരുപയോഗം ചെയ്യുന്നതും പാപമാണെന്ന് ഇന്നലെ 10 കൽപ്പനകളിൽ നാം കണ്ടു. കൽപ്പനകളിൽ ആദ്യത്തെ 4 ദൈവവുമായുള്ള നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും അവസാനത്തെ 6 നമ്മുടെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഈ അവസാനത്തെ 6 കൽപ്പനകളിൽ ആദ്യത്തേതും അവയിൽ ഏറ്റവും പ്രാതിനിധ്യമുള്ളതും മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള കൽപ്പനയാണ്. ക്രിസ്തുമതം മാതാപിതാക്കളോട് ബഹുമാനം പഠിപ്പിക്കുന്നില്ലെന്ന് പലരും പറയുന്നു. എന്നാൽ ഇത് ബൈബിൾ നന്നായി അറിയാത്ത ആളുകളുടെ വാക്കുകളാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ബഹുമാനിക്കുവാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ഈ കൽപ്പന മാത്രമാണ് അത് പാലിക്കുന്നതിന് പകരമായി ഒരു അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങളുടെ ശാരീരിക ജീവിതത്തിലും വിജയിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും നിങ്ങൾ അനുഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ജോലി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ബഹുമാനം കാണിക്കുകയും അവരോട് നന്നായി പെരുമാറുകയും ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ പിൻഗാമികളും തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. ഇതൊരു വാഗ്ദാനമാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാതിരിക്കുകയും പകരം അവരെ ദുഷിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ അത് പാപമാണ്. അതും ദൈവത്തിൻ്റെ മുൻപാകെ പാപമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർ അവൻ്റെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്നു. അവരെയാണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടത്. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ധിക്കരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ ഭയങ്കരമായൊരു ന്യായവിധി നിങ്ങളെ കാത്തിരിക്കുന്നു. അടുത്ത വാക്യം 13. കൊല ചെയ്യരുത്. കൊലപാതകം. ഇവിടെ ആരും യഥാർത്ഥത്തിൽ ആരെയും കൊല്ലുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നിങ്ങൾ ഒരുപക്ഷെ ചെയ്തേക്കാവുന്ന ഒരു കൊലപാതകമുണ്ട്. ഗർഭചിത്രം. ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുന്ന സംഭവങ്ങൾ ഏറെയുണ്ടെന്ന് തോന്നുന്നു. അത് കൊലപാതകമാണ്. ആളുകൾക്ക് യഥാർത്ഥത്തിൽ കുഞ്ഞ് ഗർഭം ധരിക്കുന്നതും വികസിക്കുന്നതും അവരുടെ സ്വന്തം കണ്ണാൽ കാണുവാൻ കഴിയാത്തതിനാൽ ഗർഭം അലസിപ്പിക്കുമ്പോൾ അത് കൊലപാതകമായി അവർ കരുതുന്നില്ല. എന്നാൽ എൻ്റെ പക്കൽ ഒരു വീഡിയോ ടേപ്പുണ്ട്. ഒരു വ്യക്തി ഒരു വൈദ്യനായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം ഗർഭചിത്രം നടത്തിയിരുന്നു. ഈ ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ഗർഭപാത്രത്തിലിരിക്കെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്ന ശസ്ത്രക്രിയയുടെ ചിത്രങ്ങൾ എടുത്തു. ഒരു ശസ്ത്രക്രിയ ഉപകരണം കയറ്റി ഗർഭപിണ്ഡത്തിൻ്റെ കാലുകൾ മുറിച്ചു മാറ്റി, കൈകൾ മുറിച്ചു മാറ്റി, തുടർന്ന് കഴുത്തും മുറിച്ചു മാറ്റി. ഇതെല്ലാം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു സംശയമില്ലാതെ ഇതൊരു കൊലപാതകമാണ്.
ആളുകൾ ഇത് കൊലപാതകമായി കരുതുന്നില്ല, കാരണം അവർക്കിത് യഥാർത്ഥത്തിൽ കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കുട്ടി ഗർഭപാത്രത്തിൽ ഗർഭം ധരിച്ച് അതിൻ്റെ ശരീരം ഇതിനകം രൂപപ്പെടാൻ തുടങ്ങിയാൽ ആ കുട്ടിയെ കൊല്ലുന്നത് തീർച്ചയായും കൊലപാതകമാണ്. കൊലപാതകം എന്ന പാപം അതോടൊപ്പം കനത്ത ശിക്ഷയെ നൽകുമെന്ന് നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അടുത്തതായി പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്. നിയമപരമായി വിവാഹിതരായ ദമ്പതികൾ ഒരുമിച്ചുറങ്ങുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പാപമല്ല. അങ്ങനെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങൾ വിവാഹിതരല്ലാത്ത മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ വിവാഹ നിശ്ചയം നടത്തിയാലും അത് വ്യഭിചാരമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ വിവാഹ നിശ്ചയം നടത്തിയാൽ അത് എന്തിനാണ് വ്യഭിചാരം? നിങ്ങൾ വിവാഹ നിശ്ചയം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഭാവിയിൽ വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാണ്. ഇതിനർത്ഥം നിങ്ങൾ ഇതുവരെയും ഭാര്യ ഭർത്താക്കന്മാരായില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമേ ലൈംഗിക ബന്ധം സ്വീകാര്യമാകൂ. നിങ്ങൾ വിവാഹം കഴിക്കാത്ത ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വ്യഭിചാരം എന്ന് വിളിക്കപ്പെടുന്ന ഗുരുതരമായ പാപമാണ്. അതൊരു പാപമാണ്. ഈ ദിവസങ്ങളിൽ മിക്ക ആളുകളും ലൈംഗിക പാപങ്ങളോട് നിർജ്ജീവമായിരിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവർ പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തിയാൽ അവർ വിവാഹിതരാകും. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ്. കന്യകത്വത്തിൻ്റെ കാര്യം വരുമ്പോൾ തങ്ങളുടെ കന്യാകത്വത്തെ ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് മറ്റു പാപങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുവാൻ കഴിയും. മറ്റു പാപങ്ങളിൽ നിന്ന് പിന്തിരിയുവാനും അവർക്ക് കഴിയും. എന്നാൽ ഒരിക്കൽ അവരുടെ കന്യാകത്വം ലംഘിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എടുക്കപ്പെടുകയോ ചെയ്താൽ അവരുടെ ഹൃദയത്തിലെ പ്രതിരോധം ഉടനടി തകരുകയും അവരുടെ ജീവിതം തകരുകയും ചെയ്യുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പൊതുവെ പാപത്തോട് നിർവികാരമായി തീർന്നു. ഇപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നും അവർ കരുതുന്നു, കാരണം അവരുടെ ശരീരം ഇതിനകം മലിനമായതിനാൽ അവർ വെറുതെ വഴങ്ങുന്നു. അതിനുശേഷം മറ്റു പാപങ്ങൾ ചെയ്യാനും അവരുടെ ഹൃദയത്തിൽ സ്വാതന്ത്ര്യം തോന്നുന്നു. നിങ്ങളുടെ കന്യാകത്വം നിങ്ങളുടെ ജീവിതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളുടെ കന്യാകത്വം നഷ്ടപ്പെടുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് തുല്യമാണ്. നിങ്ങൾക്ക് ശരീരം സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു പുരുഷനെയോ സ്ത്രീയെയോ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ കന്യാകത്വം ശ്രദ്ധാപൂർവ്വം സംരക്ഷിക്കണം. നിങ്ങൾ അത് ആ വ്യക്തിക്ക് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ രണ്ടു പേർക്കും ഒരു ശരീരവും ഒരു കുടുംബവുമാകും. അവർക്കൊരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. ഒരു പുരുഷനോ സ്ത്രീയോ വിവാഹിതരാകുന്നതിന് മുമ്പ് തങ്ങളുടെ ഇണ മറ്റൊരു സ്ത്രീയുമായോ പുരുഷനുമായോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്ന നിമിഷം മുതൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഹൃദയം മാറുന്നു. ഇത് അവരുടെ പ്രണയത്തിന് വിരാമമിട്ടേക്കാം. ഈ വിഷയം എത്രത്തോളം ഗൗരവമാണുള്ളത്. എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൂല്യങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ ജീവിത രീതി എങ്ങനെ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായ ശിക്ഷ ലഭിക്കും. നിങ്ങൾ താഴ്മയുള്ളവരെങ്കിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരുവാൻ ഒരു വഴിയുമില്ല. അടുത്തത്, മോഷ്ടിക്കരുത്. മോഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അവരറിയാതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിനെ പശ്ചാത്തപിക്കണം. പിന്നെ അടുത്തത്, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിക്കരുതെന്നും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെക്കുറിച്ച് സത്യമല്ലാത്ത കാര്യങ്ങൾ പറയരുതെന്നുമാണ് ഇത് പറയുന്നത്. അടുത്തതായി 17-ാം വാക്യത്തിൽ പറയുന്നു, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. അത്യാഗ്രഹവും പല പാപങ്ങളുടെയും തുടക്കമാണ്. അതുകൊണ്ട് ഈ 10 കൽപ്പനകൾ നമുക്കുണ്ട്.
ശബത്ത് ദിവസത്തെ സംബന്ധിച്ച കൽപ്പനയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ വളരെ സങ്കീർണമായിരിക്കും. അതിനാൽ ഞങ്ങളത് ഒഴിവാക്കാം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കൽപ്പനകളിൽ എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചുണ്ടായിരിക്കാം. നിങ്ങൾ ഇവിടെ വായിച്ചിട്ടുള്ള ഏതെങ്കിലും കൽപ്പന നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ദൈവമുമ്പാകെ എടുത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കേണ്ടതുണ്ട്. നമുക്ക് പഴയ നിയമത്തിലേക്ക് തിരിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം അധ്യായം 59. യെശയ്യാവ് അധ്യായം 59. യെശയ്യാവ് അധ്യായം 59. ഞാൻ വാക്യം 1 മുതൽ വായിക്കും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇവിടെ പറയുന്നത് നോക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷിക്കുവാൻ കഴിയാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഭുജം വളരെ ചെറുതായത് കൊണ്ടാണോ? നിങ്ങൾ രക്ഷിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണോ? രക്ഷയ്ക്കായി അപേക്ഷിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയാത്ത വിധം അവൻ്റെ ചെവി മങ്ങിയത് കൊണ്ടാണോ? അല്ല. അങ്ങനെയെങ്കിൽ എന്താണ് പാപം? വാക്യം 2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് ദൈവമാണെന്നും ഇത് ഞാനാണെന്നും കരുതുക. എല്ലാവരിലും, അവർ ആരായാലും, അവരുടെ ഉള്ളിൽ പാപമുണ്ട്. ഈ പാപം സ്വയം പ്രകടമാകുകയും വ്യക്തി ഒരു പാപം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ പാപം ദൈവത്തിൻ്റെ മുൻപാകെ പോകുന്നു. അവിടെ അവൻ ചെയ്ത എല്ലാവരുമായും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാപങ്ങൾ നിമിത്തം ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രാർത്ഥന പാപത്തിൻ്റെ ഈ തടസ്സം വരെ മാത്രമേ പോകൂ. അത് അവിടെ അവസാനിക്കുന്നു. പ്രാർത്ഥന ഒരിക്കലും ദൈവത്തിന് സന്നിധിയെത്തുന്നില്ല. ഇതാണ് കാര്യം. ഈ ദിവസങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾ യെശയ്യാ 59 അധ്യായത്തിലെ ഈ വാക്യങ്ങൾ വായിക്കുന്നു എങ്കിൽ അവർ എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുക. അവർ എങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവർ പഠിക്കുന്നു. രണ്ടാമത്തേത്, അവർ പാട്ടുകൾ പഠിക്കുന്നു. തുടർന്ന് അവർ ബൈബിളിനെ കുറിച്ച് പഠിക്കുന്നു. ആരെങ്കിലും ഒരു സുഹൃത്തിനോട് നീ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞേക്കാം. അതിനാൽ ആ സുഹൃത്ത് അതെന്താണെന്ന് കാണുവാൻ പോകുന്നു. അവൻ ആദ്യം പഠിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. മുന്നിലിരിക്കുന്ന ആൾ പ്രാർത്ഥിക്കുന്ന അവൻ കേൾക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യഥാർത്ഥത്തിൽ നന്ദി പറയുന്നു. അവൻ ഉടനെ തന്നെ അതിൽ നിന്ന് പഠിക്കുകയും അതേ രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ എത്തുവാൻ കഴിയില്ലെന്ന് അവനറിയില്ല. നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നത് വരെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. ദയവായി ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ധാരാളം പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചിട്ടുണ്ടോ? അതോ നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നയാണോ? നിങ്ങളുടെ പാപം ദൈവം മുമ്പാകെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനകളെല്ലാം വ്യർത്ഥമാണ്. ആ പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവത്തിൽ എത്തിയിട്ടില്ല. മത്തായി സുവിശേഷം 6 അധ്യായം പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർ തോന്നുന്നത്. ബൈബിൾ പറയുന്നത് ഇതാണ്, നിങ്ങളുടെ പിതാവ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ദൈവം അറിയുന്നുവെന്ന്. ഇതാണ് ബൈബിൾ പറയുന്നത്. യേശു ഇത് പറയുന്നു. നമ്മളൊരു പ്രാർത്ഥനകൾ വീണ്ടും വീണ്ടും പറയരുതെന്ന് അദ്ദേഹം പറയുന്നു.
നിങ്ങൾ അവനോട് ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആഗ്രഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ദൈവം മുൻപാകെ പ്രകടിപ്പിക്കുക. അതാണ് പ്രാർത്ഥന. നവജാത ശിശുവിൻ്റെ കാര്യത്തിൽ അത് കരയുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അത് കൈകളും കാലുകളും ഉയർത്തി കരയുമ്പോൾ അതൊരു തരം പ്രാർത്ഥനയാണ്. അത് കേട്ട് അമ്മ ഓടി വന്നു. ഡയപ്പറിൽ നിന്ന് മണം വരുന്നുണ്ടോ എന്ന് അവൾ പരിശോധിക്കുന്നു. ഡയപ്പർ മാറ്റിയതുണ്ടോ എന്ന് അവൾ പരിശോധിക്കുന്നു. അല്ലെങ്കിൽ കുഞ്ഞിന് വിശപ്പുണ്ടെങ്കിൽ മുലയൂട്ടാൻ അവൾ ശ്രമിക്കുന്നു. കരച്ചിൽ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ്. കുട്ടി കുറച്ചുകൂടി വലുതാകുമ്പോൾ അവനവൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന്, അപ്പ എനിക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഈ കുട്ടി സങ്കല്പിക്കുക, കുട്ടിയുടെ പിതാവ് തൻ്റെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് കരുതുക. അപ്പോൾ കുട്ടി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറയുമോ, ബഹുമാനപ്പെട്ട മിസ്റ്റർ രാഷ്ട്രപതി അവർകളെ, ഇങ്ങനെയാണോ അദ്ദേഹം സ്വന്തം പിതാവിനെ അഭിസംബോധന ചെയ്യുന്നത്? പപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്ന് അവൻ പറയും. എന്നിട്ടും ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഗംഭീരമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, പ്രഭുക്കന്മാരുടെ കർത്താവേ എന്നതുപോലുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. അത് പ്രാർത്ഥനയല്ല. അതുകൊണ്ട് പ്രസംഗങ്ങൾ പോലെയുള്ള പ്രാർത്ഥനകളുമുണ്ട്, മന്ത്രോച്ചാരണങ്ങളുണ്ട്, പ്രസംഗങ്ങൾ പോലെയുള്ള പ്രാർത്ഥനകളുമുണ്ട്. ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മുതുകിൽ ഇടിക്കുന്ന പ്രാർത്ഥനകൾ വരെയുണ്ട്. എന്നാൽ ഈ വ്യത്യസ്ത തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും യഥാർത്ഥ പ്രാർത്ഥനകളല്ല. അവയെല്ലാം ഔപചാരികമായ ആചാരങ്ങളുടെ ഭാഗം മാത്രമാണ്. അതല്ല പ്രാർത്ഥന. നിങ്ങൾ ഏറ്റവും അടുത്ത വ്യക്തിയെ എങ്ങനെ അഭിസംബോധന ചെയ്യും? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കുടുംബത്തിലെ ഏറ്റവും അടുത്ത 2 ആളുകൾ ആരാണ്? വിവാഹിതരായവർക്ക് അവരുടെ പങ്കാളിയാണ് അവർ ഏറ്റവും അടുത്ത വ്യക്തി, അല്ലേ? ഒരു ഭർത്താവും ഭാര്യയും തീന്മേശയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഭാര്യ തൻ്റെ ഭർത്താവിനെ ഉച്ചത്തിൽ അഭിസംബോധന ചെയ്യുന്നു. എൻ്റെ ഭർത്താവ് അത്തരമൊരു കമ്പനിയുടെ ഏറ്റവും ആദരണീയമായ പ്രസിഡൻ്റാണ്. അവളത് ചെയ്യുമോ? ഇല്ല. അവർ പരസ്പരം മൃദുവായി സംസാരിക്കും. അതിനാൽ അവർ പറയുന്നത് ചുറ്റുമുള്ള മറ്റുള്ളവർ കേൾക്കില്ല. ദൈവം അവനിൽ യഥാർത്ഥ ജീവിതമുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ആളുകൾ പറയുന്നു ശ്വാസോച്ഛ്വാസം പോലെയാണ് പ്രാർത്ഥനയെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ശ്വസിക്കുന്നത് ജീവിക്കുന്നവരാണോ അതോ ശ്വസിക്കുന്നത് മരിച്ചവരാണോ? ഞാൻ ചോദിക്കേണ്ടതുണ്ടോ? ഒരു ശവം ശ്വസിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം പോലെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ സ്വയമേ ശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് ശ്വാസോച്ഛ്വാസത്തിന് തുല്യമാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾ രക്ഷിക്കപ്പെടുകയും നിങ്ങളുടെ പാപങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്താൽ നിങ്ങൾ സ്വയം ദൈവത്തോട് പ്രാർത്ഥിക്കും. യാന്ത്രികമായും സ്വാഭാവികമായും പ്രാർത്ഥിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾ വഴി തടയുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു മന്ത്രോച്ചാരണത്തിൻ്റെയോ പ്രസംഗത്തിൻ്റെയോ രൂപത്തിൽ പ്രാർത്ഥിക്കാം. എന്നാൽ അതൊന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുവരെ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ശരിക്കും കേട്ടിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളും ദൈവവും തമ്മിലുള്ള പാപത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടില്ലെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. നമുക്ക് യിരെമ്യാവ് 5-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഇത് യെശയ്യാ പുസ്തകത്തിൻ്റെ ശേഷമുള്ളതാണ്. യിരെമ്യാവ് 5-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. യിരെമ്യാവ് 5-ന്റെ 25-ാം വാക്യം. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. ഇനി ഇതൊന്ന് നോക്കുക.
ഈ വ്യക്തിക്ക് എന്തെങ്കിലും നല്ലത് നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ ഉപയോഗിക്കാവുന്ന ഒന്നാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉന്നത വിജയം കൈവരിക്കുവാൻ കഴിയുന്ന ഒരു ബുദ്ധിയാണെന്ന് കരുതുന്നുണ്ടോ? ഈ ജീവിതത്തിൽ വിജയിക്കുവാൻ ഞങ്ങൾ സഹായിക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ധനികനും സുന്ദരനുമായ ഒരു യുവാവിനെ ഭർത്താവായി കണ്ടെത്തുന്ന ഒരു യുവതി ഒരുപക്ഷെ അവൻ ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണെന്ന് കരുതും. എന്നാൽ അതുമല്ല. ദൈവത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്നതെല്ലാം അറിയുവാനും സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. പക്ഷേ എനിക്ക് ശേഷം ഇത് ആവർത്തിക്കൂ. നിങ്ങളുടെ പാപങ്ങളാൽ നിങ്ങളുടെ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നല്ല കാര്യം പരിശുദ്ധാത്മാവാണ്. എന്നാൽ ഈ പാപം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ പാപം ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഈ വാക്യം ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. നിന്റെ പാപങ്ങൾ, ഇത് നിങ്ങളുടെ പാപങ്ങളെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ നന്മയെ, പരിശുദ്ധാത്മാവിനെ മുടക്കിയിരിക്കുന്നു. എന്നാൽ ഈ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് യാന്ത്രികമായി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ പാപത്തിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വയമേവേ നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുവാനാകും? ഇത് പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും വലിയ പ്രശ്നമല്ലേ? ഇപ്പോൾ യിരെമ്യാവ് 17-ാം അധ്യായത്തിൽ നോക്കാം. യിരെമ്യാവ് 17-ാം അധ്യായം ഞാൻ 9-ാം വാക്യത്തിൽ നിന്ന് വായിക്കാം. വാക്യം 9. യിരെമ്യാ 17-ാം അധ്യായം വാക്യം 9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുവനാർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അവരുടെ പ്രവൃത്തിക്കൊത്തവണ്ണം കൊടുക്കുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ. ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ മുൻപൊരിക്കലും പന്നികൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടോ? പന്നികൾ എത്രമാത്രം വൃത്തികെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലാതിരിക്കാം. പണ്ട് ചില പന്നികളെ വളർത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. നിങ്ങളൊരു പന്നിക്കൂട്ടത്തിൽ നോക്കിയാൽ പന്നികൾ ചുറ്റും നടക്കുന്നതും സ്വന്തം വിസർജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങൾക്ക് കാണാം. അവയും ഭയങ്കര മണമാണ്. അവർ ശരിക്കും വൃത്തികെട്ട മൃഗങ്ങളാണ്. എന്നാൽ അതിലും വൃത്തികെട്ട മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ദൈവം പറയുന്നു. അത് മനുഷ്യൻ്റെ ഹൃദയമാണ്. മനുഷ്യൻ്റെ ഹൃദയമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതം നയിക്കുന്നതിനാൽ നിങ്ങളുടെ ഹൃദയം പ്രത്യേകിച്ച് വൃത്തികെട്ടതോ ദുഷ്ടമോ വഞ്ചനാപരമോ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? നിങ്ങളുടെ ഹൃദയം വഞ്ചനയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. എങ്കിലും ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു പന്നി കള്ളം പറയില്ല. ഒരു പന്നി നിറഞ്ഞാൽ അത് ശബ്ദമുണ്ടാക്കില്ല. എന്നാൽ വിശക്കുമ്പോൾ അത് വലിയ ശബ്ദമുണ്ടാക്കും. അത് ഞരങ്ങുന്നു, അത് വിശ്രമിക്കുകയും ചെയ്യുന്നു. പന്നി കള്ളം പറയില്ല. പക്ഷേ ഇതുവരെ ജീവിച്ചു കൊണ്ടിരുന്ന താങ്കൾ ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ലേ? അത് വഞ്ചനയാണ്. ഒരു പന്നി വഞ്ചനയല്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ വഞ്ചനയുണ്ട്. നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടുന്നു, പുറമേ നമ്മൾ പുഞ്ചിരിക്കുന്നു, കൈ കുലുക്കുന്നു, അവർ എങ്ങനെയാണെന്ന് അവരോട് ചോദിക്കുന്നു, പൊതുവെ അവരെ കാണുന്നതിൽ നമ്മൾക്ക് സന്തോഷമുണ്ട് എന്ന് നടിക്കുന്നു.
പക്ഷേ ഉള്ളിൻ്റെ കാര്യമോ? ഉള്ളിൽ നമ്മൾ ചിന്തിച്ചേക്കാം, എൻ്റെ കയ്യിൽ ഒരു ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ സ്ഥലത്ത് വെടിവെച്ചിട്ടേനെ. നിങ്ങൾ കൈകുലുക്കി ചോദിക്കാം, നിങ്ങൾ ഈ ദിവസങ്ങൾ എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിക്കാം. എന്നാൽ ഇത് ഭയങ്കര വഞ്ചനയും ദുഷ്ടത്വവുമാണ്. മറ്റുള്ളവർ വിജയിക്കുന്നത് കണ്ട് സഹിക്കുവാൻ പറ്റാത്ത സമയങ്ങൾ നമുക്കുണ്ട്. നാം അസൂയമുള്ളവരായിരിക്കും. ഒരു മാന്യനുണ്ടെന്ന് പറയട്ടെ, അവനൊന്നും ചെയ്യാതെ നിശബ്ദനായിരിക്കുകയാണെങ്കിൽ അവന് വളരെ നല്ല മതിപ്പ് നൽകിയേക്കാം. ആളുകൾ അവനെ നോക്കുകയും അവന് വളരെ നല്ല പെരുമാറ്റവും സൗമ്യതയുമുള്ളവനാണെന്ന് ധാരണ ഉണ്ടാക്കിയേക്കാം. എന്നാൽ നിങ്ങൾ അവൻ്റെ അടുത്ത് ചെന്ന് അവനെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നുവെന്ന് കരുതുക. നിങ്ങൾ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ആരോപിച്ചാൽ അവൻ്റെ കോപം ഉടനടി ഉണർത്തും. അവൻ ആക്രോശിക്കും, എടാ പാപി. അവൻ എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുക? ഉള്ളിലെ ദുഷ്ടതയാണ് അതിന് കാരണം. ആ വ്യക്തിയുടെ ഉള്ളിൽ തിന്മയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അവനെ എത്ര ഉപദ്രവിച്ചാലും അവൻ ശാന്തനായിരിക്കും. ഒരാൾ അലോസരപ്പെടുത്താൻ ഒരു ചെറിയ ഞെരുക്കം മാത്രം ആവശ്യമുള്ളൂ. അവരുടെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവും ശാപവും ഉടലെടുക്കും. എന്തുകൊണ്ടാണത്? മനുഷ്യൻ്റെ ഉള്ളിൽ തിന്മ ഉണ്ടെന്നതിൻ്റെ സൂചനയാണത്. ഒപ്പം ചതിയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ പാപമുണ്ട്. അതിനാൽ ഇവിടെ പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. അത് ആരാഞ്ഞറിയുന്നവനാർ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതം നയിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എത്ര വഞ്ചന നിറഞ്ഞതാണെന്നും നിങ്ങളുടെ ഹൃദയം എത്ര ദുഷ്ടമാണെന്നും അതെത്ര പാപമാണെന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആർക്കാണത് മനസ്സിലാക്കുവാൻ കഴിയുക? ഇതുവരെ നിങ്ങൾക്കിതൊന്നും അറിയില്ലായിരിക്കാം. ഒരു പ്രശ്നം പോലും ഇല്ലെന്ന് മട്ടിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിച്ചത്. ഇതാണിവിടെ കാര്യം. ഇതാണിവിടുത്തെ പ്രശ്നം. ഞാനതിങ്ങനെ നിങ്ങൾക്ക് വിശദീകരിക്കാം. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു ക്യാൻസർ കോശമുണ്ടെന്ന് കരുതുക. ക്യാൻസർ കോശങ്ങൾക്ക് ഓക്സിജൻ ഇഷ്ടമല്ല. അതിനാൽ നിങ്ങളുടെ ഉള്ളിൽ ക്യാൻസർ ക്രമേണ വളരുകയാണ്. എന്നാൽ അത് വളരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയില്ല. നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല. അർബുദം വേദനയുണ്ടാക്കുന്ന തരത്തിൽ വികസിച്ചപ്പോൾ മാത്രമാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ ഇതിനകം വളരെ വൈകി. അപ്പോഴേക്കും ഭേദമാക്കുവാൻ കഴിയുകയില്ലായിരുന്നു. സമാനമായി മനുഷ്യൻ്റെ ഉള്ളിൽ പാപവും ദുഷ്ടതയും വഞ്ചനയും ഉണ്ടെങ്കിലും ആളുകൾ അത് അറിയാതെ ജീവിക്കുന്നു. അവർ അത് അവഗണിച്ച് ജീവിക്കുന്നു. പിന്നീട് അവർ കണ്ടെത്തുമ്പോൾ ഇതിനകം വളരെ വൈകി. ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തുന്ന ആളുകളുടെ കാര്യത്തിൽ എന്ന പോലെ വളരെ വൈകിയാണ്. ഇത് വളരെ വൈകിയതിന് മുമ്പ് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഈ ചതിയും ദുഷ്ടതയും ഈ പാപമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ടൈം ബോംബ് പിടിച്ച ഒരാളുടെ അവസ്ഥ പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. 10-ാം വാക്യത്തിൽ അടുത്തതായി എന്താണ് പറയുന്നത് നോക്കുക. 10-ാം വാക്യം, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഇവിടെ നോക്കൂ, ഒരു ദിവസം ദൈവം ഓരോ വ്യക്തിക്കും അവരുടെ പെരുമാനത്തിനും അനുസരിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് അർഹമായ പ്രതിഫലം നൽകുമെന്ന് പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ എല്ലാവരെയും ന്യായം വിധിക്കും. അതിനാൽ നിങ്ങൾ എന്തു പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതാണ് ന്യായവിധി. നിങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ആ പാപങ്ങൾ ചെയ്തൊന്നും പരിഗണിക്കാതെ ഈ ലോകത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കും നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു ദിവസം വരും. ഒരു സമയം വരും. എന്തുകൊണ്ടാണത്?
അത് ആരാഞ്ഞറിയുവൻ ആർ എന്നാണ് പറയുന്നത്. ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിയുന്നവൻ ദൈവമാണ്. ഇതാണ് ഇവിടുത്തെ കാര്യം. ദൈവം ഹൃദയത്തെ പരിശോധിക്കുന്നു, മനസ്സിനെ പരിശോധിക്കുന്നു. ദൈവം നമ്മെ അകത്തും പുറത്തും അറിയുന്നതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നാം എന്താണ് ചിന്തിക്കുന്നതെന്നും എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും അവനറിയാം. ഇതിനെല്ലാം വില കൊടുക്കേണ്ടതായ ഒരു ദിവസം വരും. അതിനാൽ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പിടിക്കപ്പെടാത്തിടത്തോളം കാലം അവർ സുരക്ഷിതരാണെന്ന് അവർ കരുതുന്നു. ആരും അറിയാതെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ കണ്ടുപിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടാലും മിന്നൽ പിണരിൽ പ്രകാശം പരത്തുന്നത് പോലെ എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ നോട്ടത്തിൽ നിന്ന് അവരുടെ പ്രവൃത്തികൾ ഒഴിഞ്ഞിട്ടില്ല. മിന്നൽ ദൂരെ ആകാശത്ത് മിന്നി മറഞ്ഞേക്കാം, പക്ഷേ അതിൻ്റെ പ്രകാശം നിങ്ങളുടെ മുറിയിലേക്ക് പോലും തുളച്ചു കറിയുവാൻ കഴിയും. ദൈവം എല്ലാം അറിയുന്നു. ലോക നിയമങ്ങളാൽ പിടിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. നമുക്ക് പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. പുതിയ നിയമത്തിലാണിത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ ഏതുതരം പാപങ്ങളാണ് വിധിക്കപ്പെടുന്നത്? ഏതുതരം പാപങ്ങളാണ് ഒരു വ്യക്തിയെ നരകത്തിലേക്ക് അയക്കുന്നത്? മോഷണം, കൊലപാതകം തുടങ്ങിയ വലിയ പാപങ്ങൾ ചെയ്ത് തന്നെ ഒരു വ്യക്തി നരകത്തിലേക്ക് അയക്കപ്പെടുമെന്ന് മിക്കപേരും കരുതുന്നു. പക്ഷെ ചെറിയ പാപങ്ങൾക്കല്ല. അതിനാൽ ചെറിയ പാപങ്ങളെപ്പോലും അവർ പാപമായി കണക്കാക്കുന്നില്ല. ഇതിനെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? ഇവിടെ പറയുന്ന നോക്കൂ, സഹോദരനോടോ സഹോദരിയോടോ കോപിക്കുന്ന ഏവനും. ഇവിടെ സഹോദരൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഈ ലോകത്തിലെ മറ്റാരെങ്കിലുമായി നിങ്ങൾ ദേഷ്യപ്പെടുകയോ കോപപ്പെടുകയോ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ ദേഷ്യം, കോപം, ആരോടെങ്കിലും ദേഷ്യം നിങ്ങൾ ഇത് ചെയ്യുമ്പോഴെല്ലാം ഇത് ബൈബിൾ പറയുന്നു, നിങ്ങൾ എപ്പോഴെല്ലാം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണെങ്കിൽ പോലും നിങ്ങൾ വിധിക്കപ്പെടും. ആരായാലും ഒഴിവുകഴിവില്ലാതെ വിധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുരുതരമായ പാപം ആയിരിക്കുകയില്ല. പാപങ്ങളിൽ ഏറ്റവും പ്രാഥമികമായത് കോപിക്കുന്ന പാപമായിരിക്കാം. ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലുണ്ടാകില്ല. ആരെങ്കിലും പറഞ്ഞാൽ നിസ്സാര, വിഡ്ഢി, നിസ്സാര, ഇതൊരു അപമാനമാണ്. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ, നിസ്സാര എങ്കിൽ പറഞ്ഞാൽ, നിങ്ങൾ വിഡ്ഢിയാണെന്ന് പറഞ്ഞാൽ ഈ പാപത്തിന് നീ നരകത്തിൽ പോകേണ്ടി വരും. ഞാനിതുണ്ടാക്കിയതല്ല. നമുക്ക് വാക്യം 22 നോക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ദൈവം അല്പം അതിരുകടന്നതായി തോന്നുന്നുവല്ലേ? അല്പം ദേഷ്യം വരുന്നതോ ആരെങ്കിലും ശപിക്കുന്നതോ ആയ എല്ലാവരെയും അവൻ നരകത്തിലേക്ക് അയച്ചാൽ എന്ത് സംഭവിക്കും? മറ്റൊരാളും ഒരിക്കലും അപമാനിക്കാത്തവരോ ഒരിക്കലും ദേഷ്യപ്പെടാത്തവരോ ഈ ലോകത്തിലില്ല. അതിനർത്ഥം ഈ ലോകത്തിലെ എല്ലാവരും നരകത്തിൽ പോകണമെന്നല്ലേ? ഈ വാക്കുകൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് രക്ഷ ലഭിക്കേണ്ടത്. ഇവിടെ ഒരു മാർക്ക് വരച്ചിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് തിരിക്കാം. വെളിപ്പാട് 20-ാം അധ്യായം ബൈബിളിൻ്റെ ഏറ്റവും അവസാന പുസ്തകമാണ്.
വെളിപ്പാട് 20 അതിൻ്റെ 12 വാക്യത്തിൽ മുതൽ ഞാൻ വായിക്കാം. വെളിപ്പാട് 20:12 വാക്യം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധിയുണ്ടായി. സമുദ്രം തമ്മിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തന്നിങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ലൈന് മനുഷ്യരാശിയുടെ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് ഉപദ്രവത്തിൻ്റെ 7 വർഷങ്ങളാണ്. യേശു മടങ്ങി വരുമ്പോൾ ഈ ലോകത്തിൻ്റെ ചരിത്രം അവസാനിക്കുകയും 1000 വർഷത്തെ രാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. തുടർന്ന് ഇവിടെ അവസാനം ഈ ലോകത്ത് ഇതുവരെ ജനിച്ചവരെല്ലാം, ആദ്യം രക്ഷിക്കപ്പെടാതെ മരിച്ചവരെല്ലാം അവരിൽ ഓരോരുത്തരും ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കും. ഈ ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടുള്ള എല്ലാവരും ഒരു അപവാദവുമില്ലാതെ ആ സമയത്ത് പുനരുത്ഥാനം പ്രാപിക്കും. എനിക്ക് ശേഷം ആവർത്തിക്കുക. ഇതാണ് യോഹന്നാൻ സുവിശേഷം അധ്യായം 5:29. എനിക്ക് ശേഷം ആവർത്തിക്കുക. നന്മ ചെയ്തവൻ ജീവനായും തിന്മ ചെയ്തവൻ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഇത് ശിക്ഷാവിധിയുടെ പുനരുത്ഥാനമാണ്. വിധിക്കപ്പെടുവാൻ വേണ്ടി ഈ സമയത്ത് ആളുകൾ ഉയർത്തെഴുന്നേൽക്കും. ഇത് ജഡ്ജിമാരുടെ ബെഞ്ചാണെന്ന് പറയാം. ഇതാണ് ജഡ്ജിയുടെ ബെഞ്ച്. ജഡ്ജി ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ചിലർ ന്യായവിധിക്കായി കാത്തിരിക്കുന്നു. ഈ ആളുകൾ ന്യായവിധിക്കായി കാത്തിരിക്കുന്നു. അവരുടെ മുന്നിൽ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഇവിടെ ജഡ്ജിയുടെ മുന്നിലെ ബെഞ്ചിൽ മറ്റൊരു പുസ്തകമുണ്ട്. ഇതാണ് ജീവൻ്റെ പുസ്തകം. ഈ ജീവപുസ്തകത്തിൽ പേരുകൾ രേഖപ്പെടുത്താത്തവർ വിധിക്കപ്പെടേണ്ടവരാണ്. ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ ഈ വിധിയെ അഭിമുഖീകരിക്കേണ്ടതില്ല. വീണ്ടും ജനിച്ചവരുടെ പേരുകൾ അവിടെ എഴുതിയിരിക്കുന്നു. 12 വാക്യം ഒന്നുകൂടെ വായിക്കാം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. അതിനാൽ ഈ ആളുകൾ വിധിക്കപ്പെടുന്നു. അതിനാൽ നമുക്ക് ഈ വ്യക്തിയെ ഇവിടെ എടുക്കാം. ഇതാണ് ആദ്യത്തെ വ്യക്തി, ഇതാണ് രണ്ടാമത്തെ വ്യക്തി, ഇത് മൂന്നാമത്തെ വ്യക്തി, ഇത് നാലാമത്തെ വ്യക്തി, ഇതാണ് ഇവിടെയുള്ള 5ാമത്തെ വ്യക്തി. ഈ ആദ്യത്തെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ദേഷ്യപ്പെട്ടിട്ടുള്ളൂവെന്ന് കരുതുക. ഒരിക്കൽ മാത്രമേ അയാൾക്ക് ദേഷ്യം വന്നു. ഈ വ്യക്തിക്ക് ഒരിക്കൽ ദേഷ്യം വന്നു. തൽഫലമായി ഈ വ്യക്തി ആ പാപത്തിന് വിധിക്കപ്പെടുകയും നരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. അവൻ നരകത്തിലെത്തുമ്പോൾ തൻ്റെ മുഴുവൻ ജീവിതത്തിലും ഒരിക്കൽ മാത്രം കോപം നഷ്ടപ്പെട്ട പാപത്തിൻ്റെ ശിക്ഷ അവൻ സ്വീകരിക്കുന്നു. നരകത്തിൽ നിങ്ങൾ ചെയ്തതിന് മാത്രമേ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. മുമ്പ് യെരമ്യാ 17-ാം അധ്യായത്തിൽ ഓരോ മനുഷ്യനും നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് നാം വായിക്കുന്നു, അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം. നരകത്തിലാണ് ഒരാൾ ചെയ്തതിനുള്ള ശിക്ഷ. ഒരിക്കൽ മാത്രം കോപം നഷ്ടപ്പെട്ടാൽ ആ പാപത്തിനുള്ള ശിക്ഷ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. ഈ വ്യക്തി നുണ പറഞ്ഞുവെങ്കിൽ നമുക്ക് പറയാം, അതിനാൽ ആ ഒരു നുണയുടെ ശിക്ഷ അയാൾക്ക് ലഭിക്കും. 2 പ്രാവശ്യം കള്ളം പറഞ്ഞാൽ ആ 2 നുണകൾക്കുള്ള ശിക്ഷ അവന് ലഭിക്കും. ഈ വ്യക്തി എന്തെങ്കിലും മോഷ്ടിച്ചു, അതിനാൽ അയാൾക്ക് അല്പം കഠിനമായ ശിക്ഷ ലഭിക്കും. ഈ വ്യക്തി വ്യഭിചാരം ചെയ്തു, അവന് കഠിനമായ ശിക്ഷ ലഭിക്കും.
ഈ വ്യക്തി മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുകയും അതിനനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഒരിക്കൽ മാത്രമായിരുന്നുവെങ്കിലും ആ പാപത്തിന് അവൻ ശിക്ഷിക്കപ്പെടും. 2 പ്രാവശ്യം ചെയ്താൽ 2 പാപങ്ങൾക്ക് അവൻ ശിക്ഷിക്കപ്പെടും. നരകം മനുഷ്യർ ചെയ്തത് അനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിനാൽ അതാണ് ന്യായവിധി. ആ ന്യായവിധിയുടെ ഫലമായി ആളുകളെ അയക്കുന്ന സ്ഥലമാണ് നരകം. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന പാപം എത്ര ചെറുതാണെങ്കിലും ആ പാപത്തിൻ്റെ വില നിങ്ങൾ വിധിക്കപ്പെട്ടതിന് ശേഷം നരകത്തിൽ നൽകണം. ഞാനിതുണ്ടാക്കിയതല്ല, ഇതിവിടെ ബൈബിൾ വ്യക്തമായി പറയുന്നതല്ലേ. ബൈബിൾ തീർച്ചയായും സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അത് നിങ്ങളുടെ ഹൃദയത്തിൽ സമ്മതിക്കാനോ വിശ്വസിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഈ വസ്തുത വ്യക്തമായ സത്യമാണ്. 13-ാം വാക്യം നോക്കുക. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരവും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. കടലിൽ നിന്ന് മരിക്കുന്നവൻ കടലിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ശരീരത്തിൻ്റെ യഥാർത്ഥ മൂലകങ്ങൾ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ പോലുള്ള മൂലകങ്ങൾ കത്തിച്ചാലും അവശേഷിക്കുന്നു. ഇവ മണ്ണിലേക്ക് പ്രവേശിക്കുകയും മണ്ണുമായി കലർന്ന് മണ്ണ് രൂപപ്പെടുത്തുകയും ചെയ്തേക്കാം. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മാവ് ജീവനോടെ നിലനിൽക്കുന്നിടത്തോളം പുനരുത്ഥാനം ഒരു പ്രശ്നവും ഉളവാക്കുന്നില്ല. അതിനാൽ രക്ഷിക്കപ്പെടാതെ മരിക്കുന്ന എല്ലാവരും ആദ്യം പാതാളത്തിലേക്ക് പോകുന്നു. തുടർന്ന് ആ സമയത്ത് അവർ പുനരുത്ഥാനം പ്രാപിക്കുകയും ന്യായം വിധിക്കപ്പെടുകയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾ ബൈബിൾ വായിക്കുകയും ഈ വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നുവെന്ന് കരുതുക. ഇത് സത്യമായിരിക്കില്ല, ഇത് സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതെല്ലാം അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് യഥാർത്ഥമാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? അപ്പോൾ ഇതിനകം എല്ലാം വൈകിയിരിക്കും. നരകം കത്തുന്ന ഒരു സ്ഥലമാണെന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ അവിടെ തീയിൽ മരിക്കാതിരിക്കുവാനുള്ള കാരണം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലായിരിക്കും. അതുകൊണ്ടാണ് അത് എരിയാത്തത്. ഉയർത്തെഴുന്നേറ്റ ശരീരം എരിഞ്ഞ് അപ്രത്യക്ഷമാക്കുകയില്ല. ഒരു പാപിയുടെ ശരീരം പോലും ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അത് എരിഞ്ഞ് അപ്രത്യക്ഷമാകുന്ന തരത്തിലായിരിക്കുകയില്ല. അത് നിത്യമായിരിക്കും. അതുകൊണ്ടാണ് മത്തായി 5-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം മത്തായി സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. യേശു പരിഹാസ്യനായിരുന്നില്ല. അവൻ വസ്തുതകൾ അതേപടി വിവരിക്കുകയായിരുന്നു. വാക്യം 25. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതാണ് കോടതി.
ഇത് കോടതിയിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഒരാൾ ഈ വഴിയിലൂടെ നടക്കുന്നു. ഈ വ്യക്തി അവനെ നയിക്കുന്നു. അവനെ നയിക്കുന്നു. പക്ഷേ അവർ എവിടെ പോകുന്നു? ആളുകൾ ന്യായം വിധിക്കപ്പെടുന്ന സ്ഥലമാണിത്. മുന്നിൽ നടക്കുന്ന ഈ പ്രതിയോഗിയാണ് ഈ വ്യക്തി. ഇവനാണ് പ്രോസിക്യൂട്ടർ. സാധാരണയായി പ്രതിയെ കോടതിയിൽ എത്തിക്കുന്നത് പ്രോസിക്യൂട്ടറല്ല, അതൊരു പോലീസ് ഓഫീസറിൻ്റെ ജയിൽ ഗാർഡിൻ്റെയോ ജോലിയാണല്ലേ. എന്നാൽ സാരാംശത്തിൽ ന്യായാധിപൻ പ്രതിയോഗിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തുല്യമാണ്. അവൻ പറയുന്നു, നമുക്ക് പോകാം, നിങ്ങൾ വിചാരണ നേരിടണം. അന്തിമവിധി വിശുദ്ധീകരിക്കുവാൻ യേശു ഇവിടെ ഒരു പൊതുവിചാരണയുടെ ഉദാഹരണം ഉപയോഗിക്കുന്നു. ഈ വ്യക്തി തൻ്റെ പ്രതിയോഗിയുമായി കാര്യങ്ങൾ തീർപ്പാക്കണമെന്നാണ് പിന്തുടരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ മുൻവശത്ത് നടക്കുന്ന ഈ പ്രതിയോഗിയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുമ്പോൾ പ്രതിയോഗിയുമായി കാര്യങ്ങൾ നേരെയാക്കി പ്രശ്നം പരിഹരിക്കുക എന്നാണ്. നിങ്ങൾ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് പ്രതിയോഗിയുമായി പ്രശ്നം തീർക്കുകയാണെങ്കിൽ വിഷയം ഒഴിവാക്കപ്പെടും. നിങ്ങൾ വിചാരണയ്ക്ക് പോകേണ്ടതില്ല. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾ കോടതിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രതിയോഗിയുമായി കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കുക. നിങ്ങൾ വഴിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യുക. അവൻ പറയുന്ന ഈ വഴി ഏതാണ്? ഈ പാത ഇതാണ് ജീവിതത്തിൻ്റെ പാത. ഈ ലോകത്തിൽ ആളുകൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പാത അന്തിമവിധിയിൽ അവസാനിക്കുന്ന പാതയാണ്. വിധിയിൽ അവസാനിക്കുന്ന ഈ പാതയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ നടക്കുന്നത്. ഈ ലോകത്ത് ജനിച്ച എല്ലാവരും ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു വഴിയുമില്ല. ഓരോ വ്യക്തിയും ഈ പാതയിലൂടെ ന്യായവിധിയിലേക്ക് നടക്കുന്നു. അതുകൊണ്ട് നാം വിചാരണ ചെയ്യപ്പെടേണ്ടതിനും വിധിക്കപ്പെടേണ്ടതിനും മുമ്പായി നമ്മുടെ എതിരാളിയുമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഈ എതിരാളി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ മനസ്സാക്ഷിയാണ് ഈ എതിരാളി. അത് നിങ്ങളിലുള്ള നിങ്ങളുടെ മനസ്സാക്ഷിയാണ്. ഓരോ വ്യക്തിക്കും അവൻ്റെ ഹൃദയത്തിന് രണ്ട് വശങ്ങളുണ്ട്. അവന് സ്വന്തം ഇഷ്ടമുണ്ട്, എന്നാൽ അതേസമയം അവൻ്റെ മനസ്സാക്ഷി അവനെ അലട്ടുന്നു. അവൻ്റെ മനസ്സാക്ഷി അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറ്റബോധത്താൽ നാം കഷ്ടപ്പെടുന്നുവെന്നാണ് വിധിയിലേക്കുള്ള പാതയിലൂടെ നാം നടക്കുന്നുവെന്നതിൻ്റെ തെളിവാണ്. അതാണ് തെളിവ്. അതാണ് ഇവിടുത്തെ തെളിവ്. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ നിങ്ങൾ വിധിക്കപ്പെടുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതിനാൽ ഈ മനുഷ്യൻ തൻ്റെ എതിരാളിയുമായി കാര്യങ്ങൾ തീർപ്പാക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ മനസ്സാക്ഷി ഇനി അവനെ ബുദ്ധിമുട്ടിക്കുകയില്ലെന്ന് അവൻ കണ്ടെത്തും. ഇത് നിങ്ങളുടെ എതിരാളിയുമായി കാര്യങ്ങൾ പരിഹരിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയുമായി നിങ്ങൾ ഒരു ഉടമ്പടിയിൽ വരുന്നു. ഇവിടെ പ്രതിയോഗി എന്ന് വിധിക്കപ്പെടുന്നു. നിങ്ങൾ അവനോടൊപ്പം പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ അവസാനിക്കുകയില്ല. അതുകൊണ്ടാണ് ഏത് മാർഗത്തിലൂടെയും നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടത്. നിങ്ങൾക്ക് രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ ഇത് മഹത്വമായ കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ശരിക്കും പ്രശ്നമല്ലേ? ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഒന്നുകൂടി വായിക്കാം, 25-ാം വാക്യം. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകന് ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഈ സ്ഥലമാണ് നരകം. വാക്യം 26. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ ഇവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ജയിൽ ഇവിടെ യഥാർത്ഥത്തിൽ നരകമാണ്. ഇവിടെ പറയുമ്പോൾ ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു പോവുകയില്ല. നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കുള്ള പൂർണ്ണമായ വില നൽകുന്നതുവരെ നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തു കടക്കുവാൻ കഴിയുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം.
ഇവിടെയുള്ള കാശ് എന്താണ്? നമുക്കുള്ള ഏറ്റവും ചെറിയ ഒരു പണ യൂണിറ്റാണ് കാശ് എന്ന് പറയുന്നത്. ഡോളറാണ് ഏറ്റവും വലിയ യൂണിറ്റ്. ഡോളറും ക്വാർട്ടറും പൈസയും നിക്കലും പിന്നെ കാശുമുണ്ട്. കാശ് എല്ലാറ്റിലും ഏറ്റവും ചെറിയ യൂണിറ്റാണ്. അതുകൊണ്ട് ഏറ്റവും ചെറിയ പാപത്തിന് പോലും വില നൽകണം. നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ വില നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കും. നിങ്ങളുടെ പാപത്തിൻ്റെ വില നിങ്ങൾ നൽകണം. നിങ്ങളുടെ സ്വന്തം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. ഈ ലോകത്തിൽ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിനിടെ നിങ്ങൾ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ കോപിച്ചിരിക്കാം, അല്ലെങ്കിൽ കള്ളം പറഞ്ഞിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ അസൂയപ്പെട്ടിരിക്കാം, മറ്റുള്ളവരെ വഞ്ചിച്ചിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ വ്യഭിചാരം പോലുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ ചെയ്ത ഈ പാപങ്ങൾക്കുള്ള മുഴുവൻ വിലയും നിങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. അവസാന ചില്ലിക്കാശ് വരെ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും നിങ്ങൾ വില നൽകിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കുക. നിങ്ങളുടെ എല്ലാ പാപങ്ങളുടെയും ഏറ്റവും ചെറിയ വില വരെ നിങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. വാക്യം 27. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്ന നിനക്ക് പ്രയോജനമത്രേ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു എന്ന് കരുതുക. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ പ്രവൃത്തികളാക്കിയില്ല, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വ്യഭിചാരം ചെയ്തു. നിങ്ങളൊരു പുരുഷനെ നോക്കുന്ന ഒരു സ്ത്രീയെ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ മോഹത്തോടുകൂടെ നോക്കിയാൽ നിങ്ങൾ പാപം ചെയ്തു, അതും ന്യായം വിധിക്കപ്പെടും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ എതിർലിംഗത്തിൽപ്പെട്ട ഒരാളെ വ്യഭിചാര ചിന്തകളോടെ നോക്കുവാൻ നിങ്ങളുടെ വലത്ത് കണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ണ് ചൂഴ്ന്നെടുക്കണം. നിങ്ങൾ ആരെങ്കിലും അടിക്കുകയോ മറ്റെന്തെങ്കിലും പാപം ചെയ്യുകയോ ചെയ്താൽ അതിനെ വെട്ടിക്കളയണമെന്നാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ വലത് കണ്ണോ വലത് കൈയോ കാരണം നിങ്ങളുടെ ശരീരം മുഴുവൻ നരകത്തിൽ പോകേണ്ടി വരും. നിങ്ങളുടെ ശരീരം മുഴുവൻ നരകത്തിലേക്ക് പോകുമെന്ന് അതിൽ പറയുന്നു. നിങ്ങളുടെ ശരീരം. എന്നാൽ നിങ്ങളുടെ വലത് കണ്ണ് നീക്കം ചെയ്താൽ നിങ്ങളുടെ ഇടത് കണ്ണുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും പാപം ചെയ്യുന്നത് തുടരും. നിങ്ങളുടെ കൈകൾ വെട്ടിമാറ്റിയാലും നിങ്ങൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാൽ ഈ കാര്യം പരിശോധിക്കുമ്പോൾ പാപം യഥാർത്ഥത്തിൽ ഹൃദയത്തിലാണെന്ന് നാം കണ്ടെത്തുന്നു. പാപം നിന്റെ ഹൃദയത്തിലാണ്. ഇതാണ് കാര്യം. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കാര്യം വരുമ്പോൾ മനുഷ്യൻ പാപത്തിൻ്റെ കെട്ടുകളല്ലാത്ത മറ്റൊന്നുമില്ല. പാപത്തിൻ്റെ വലിയൊരു കെട്ട്. നമുക്ക് റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. റോമർ അധ്യായം 1, ഞാൻ വാക്യം 21 നിന്ന് വായിക്കാം. റോമർ അധ്യായം 1 വാക്യം 21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും
അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി അവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇതിന് തൊട്ടു മുൻപ് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത് ദൈവത്തെ അറിയാത്ത ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവമില്ലെന്ന് വാദിക്കുന്ന ആളുകൾ ഭയങ്കരമായ ന്യായവിധിയോടെ വിധിക്കപ്പെടുമെന്ന് അതിൽ പറയുന്നു. എന്നാൽ ഇവിടെ 21-ാം വാക്യത്തിൽ അവർ ദൈവത്തെ അറിയുന്ന വ്യക്തികൾ, അവർ ദൈവത്തെ അറിയുന്നവരാണെങ്കിലും എങ്കിലും അവർ ന്യായവിധിയിൽ അകപ്പെടുമെന്ന് പറയുന്നു. അനേകർ വിചാരിക്കുന്നു അവർ പള്ളിയിൽ പോയാൽ ഇല്ല സ്വർഗത്തിൽ പോകുമെന്ന്, നരകത്തിൽ പോകാതിരിക്കുമെന്നും പലർ കരുതുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗജാതത്തിൽ കടക്കുന്നതെന്നാണ് യേശു പറഞ്ഞത്. ഒരുവൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചാലും, കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയാലും, കർത്താവിൻ്റെ നാമത്തിൽ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്താലും അവനെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന് കർത്താവ് പറഞ്ഞാൽ ബൈബിൾ പറയുന്നു ആ മനുഷ്യൻ നരകത്തിൽ പോകും. ഇവിടെ പറയുന്നത് നോക്കൂ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവവുമായി മഹത്വപ്പെടുത്തിയില്ല. നിങ്ങൾ ഇതുവരെ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ അതോ സ്വയം മഹത്വപ്പെടുത്തുകയാണോ എന്ന് സ്വയം ചോദിക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ നിങ്ങളുടെ അഭിമാനത്തെക്കുറിച്ചോ നിങ്ങളുടെ സമ്പത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോ നിങ്ങളുടെ അറിവിനെക്കുറിച്ചോ നിങ്ങളുടെ പരിശ്രമങ്ങളെക്കുറിച്ചോ നിങ്ങൾ വീമ്പിളക്കി കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ ശരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ അതോ സ്വയം മഹത്വപ്പെടുത്തുകയാണോ? ഇതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കുക. അടുത്തതായി പറയുന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞതുമില്ല. അവർക്ക് ദൈവത്തെ അറിയാമായിരുന്നു, പക്ഷേ അവർ അവനോട് നന്ദിയുള്ളവരായിരുന്നില്ല. നിങ്ങൾക്ക് എന്തിന് നന്ദി പറയാനാകും? 1 വർഷത്തിനുള്ളിൽ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നന്ദിയുള്ളവരായിരിക്കുവാൻ ധാരാളം അവസരങ്ങളുണ്ട്. അവർ ക്രിസ്തുമസിന് കൃതജ്ഞത സംഭാവനകൾ നൽകുന്നു, നല്ല വിളവെടുപ്പിന് നന്ദിയുള്ള സംഭാവനകൾ നൽകുന്നു. വർഷം മുഴുവനും ഈ വിധത്തിൽ നിങ്ങളുടെ വിലമതിപ്പ് പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങളുണ്ട്. എന്നാൽ നന്ദിയുടെ ഒരു യഥാർത്ഥ പ്രകടനം നാം കാണുന്നില്ല. യഥാർത്ഥ നന്ദിയുടെ ആ നിമിഷം ഇല്ലെങ്കിൽ എല്ലാം അർത്ഥശൂന്യമാകും. എന്താണ് ഈ നന്ദിയുടെ യഥാർത്ഥ നിമിഷം? എന്നെ രക്ഷിച്ചതിന് നന്ദി എന്ന് നിങ്ങൾ ദൈവത്തോട് പറയുവാൻ കഴിയുമ്പോഴാണ്. അതാണ് ഇല്ലാതെ പോയിരിക്കുന്നത്. ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഇതാണ് രക്ഷയുടെ നിമിഷം. ഇതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ന്യായം വിധിക്കപ്പെടുകയും നരകത്തിലേക്ക് അയക്കപ്പെടുകയും ചെയ്യും. രക്ഷ എന്നത് മറ്റാർക്കും നിങ്ങൾക്കായി സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥ രക്ഷയല്ലെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ബൈബിളിലെ വാക്കുകളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ സത്യം ഗ്രഹിച്ചാൽ നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും യഥാർത്ഥ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുകയും ചെയ്യുന്നു. അതാണ് രക്ഷ. നിങ്ങളുടെ രക്ഷയ്ക്കുള്ള നന്ദിയുടെ ആ സമയം നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? പാപത്തിൽ നിന്നുള്ള താൽക്കാലിക ആശ്വാസം മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾക്കുള്ള നിത്യമായ ക്ഷമയും. ഈ ചോദ്യം സ്വയമായി ചോദിക്കുക. ഇനി നമുക്ക് റോമർ 1-ാം അധ്യായം വായിക്കാം. റോമർ അധ്യായം 1 വാക്യം 24. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചാരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ.
അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ വിവാഹിത ദമ്പതികൾ എന്ന നിലയിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വാഭാവിക ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും വിവാഹിത ദമ്പതികളായി ഒന്നിക്കുമ്പോൾ ഒരു കുടുംബം രൂപപ്പെടുന്നു. ആ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം സ്വാഭാവിക ബന്ധങ്ങൾ എന്നനുസരിച്ചുള്ള ഒന്നാണ്. അങ്ങനെയെങ്കിൽ എന്താണ് പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ? ഭർത്താവ് ഭാര്യയെ മാറ്റി നിർത്തി മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നതാണ് സ്വാഭാവിക ബന്ധങ്ങൾക്ക് വിരുദ്ധമായത്. ഭാര്യ തൻ്റെ ഭർത്താവിനെ മാറ്റി നിർത്തി മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നതും സ്വാഭാവിക ബന്ധങ്ങൾക്ക് എതിരാണ്. ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതരായ ദമ്പതികൾ എന്ന നിലയിൽ പരസ്പരം സ്വാഭാവിക ബന്ധം പുലർത്തുന്നതിനും അങ്ങനെ കുടുംബത്തിൽ ക്രമം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം അവൻ്റെ സ്നേഹത്തിന് ഒരു സ്വീകർത്താവിനെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു. മനുഷ്യനും സ്നേഹത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ് ദൈവം വസ്തുക്കളെ സൃഷ്ടിച്ചത്. എന്നാൽ ആളുകൾ ഈ സ്വാഭാവിക ക്രമത്തെ നശിപ്പിക്കുവാൻ പോകുന്നു. മാതാപിതാക്കൾ പരസ്പരം ശരിയായ ബന്ധമില്ലാത്ത വീടിൽ നിന്ന് വരുന്ന കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കുടുംബത്തിലെ ക്രമം തകർന്നിരിക്കുന്നു. അതിൻ്റെ കാരണം ഇങ്ങനത്തെ ബന്ധങ്ങളായിരിക്കാം. ഈ ബന്ധങ്ങൾ അസ്വാഭാവികവും അനാരോഗ്യവുമാകുമ്പോഴാണ് പല പാപങ്ങളും ഉണ്ടാകുന്നത്. 27-ാം വാക്യം, ഔവണ്ണം പുരുഷന്മാർ സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് അയോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഇവിടെ എന്താണ് സംസാരിക്കുന്നത്? അത് സ്വവർഗരതിയാണ്. പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് പുരുഷന്മാർ. ഈ വാക്കുകൾ 2000 വർഷങ്ങൾ മുമ്പ് രേഖപ്പെടുത്തിയിരിക്കാം. എന്നാൽ ഈ ഭയങ്കരമായ പാപം ഇന്ന് നമ്മുടെ ലോകത്തിൽ വളരെ പ്രകടമാണ്. ബൈബിളിൽ പറയുന്നത് ഇതാണ്. എന്നാൽ അത് ബൈബിളിനെ പൂർണ്ണമായും അവഗണിക്കുവാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ 28-ാം വാക്യം നോക്കാം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനൊത്തവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇവിടെ പറയുന്നത് നോക്കൂ, അത് വിചിത്രമായി തോന്നുന്നില്ലേ? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിലനിർത്തുവാൻ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതുവരെ ചിന്തിക്കാതെ ജീവിച്ചു. നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് അസംബന്ധമാണെന്ന്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിലനിർത്തണോ? നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ പോലും കഴിയില്ല. അപ്പോൾ അവനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് എങ്ങനെ നിലനിർത്താനാകും? നിങ്ങളുടെ അറിവിൽ ദൈവത്തെ നിലനിർത്തുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തായാലും അതാണ് നിങ്ങളുടെ അറിവിൽ നിങ്ങൾ നിലനിർത്തുന്നത്. മിസ് സ്മിത്ത് എന്നു പേരുള്ള ഒരു സ്ത്രീ ഒരു മിസ്റ്റർ ജോൺസുമായി പ്രണയത്തിലാണെങ്കിൽ അവൾ എപ്പോഴും അവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. വീട്ടിലായിരിക്കുമ്പോൾ അവൾ അവനെക്കുറിച്ച് ചിന്തിക്കാം, ജോലിയിലായിരിക്കുമ്പോൾ ചിന്തിക്കാം, അവൾ അവനെക്കുറിച്ച് തെരുവിലൂടെ നടക്കുമ്പോഴും ചിന്തിക്കാം, മറ്റു ചെറുപ്പക്കാരെ കാണുമ്പോൾ ചിന്തിക്കാം. അവൾ എപ്പോഴും മിസ്റ്റർ ജോൺസിനെ അവളുടെ അറിവിൽ നിലനിർത്തും, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. എന്തുകൊണ്ടാണിത്? അവൾ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പിന്നെ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അവർ ഉണർന്നിരിക്കുമ്പോഴോ അവർ ഉറങ്ങുമ്പോഴോ എല്ലാം അവർ ചിന്തിക്കുന്നു. അവർ എല്ലാവരെയും പണത്തിൻ്റെ കാര്യത്തിൽ കാണുന്നു. അവർ പണത്തെ സ്നേഹിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. അവർ ഹൃദയത്തിൽ അത്രയേ ഉള്ളൂ. അവർ ദൈവത്തെ സ്നേഹിക്കാത്തതിനാൽ അവനെക്കുറിച്ചുള്ള അറിവ് അവർ സൂക്ഷിക്കുന്നില്ല. നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്തോ അത് നേടുന്നതിൽ നിന്നാണ് ആളുകളിൽ യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി ദൈവമാണെന്ന് കരുതുക. നിങ്ങൾ വളരെയധികം സ്നേഹിച്ച ആ വ്യക്തി, അവന് വേണ്ടി നിങ്ങളുടെ ജീവൻ നൽകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ സന്തോഷവാനായിരിക്കില്ലേ? നിങ്ങൾ വളരെ സന്തോഷവാനായിരിക്കും.
അതിനാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ദൈവത്തിൻ്റെ ഒരു കാരണവും അവൻ്റെ ലക്ഷ്യവും അവൻ മനുഷ്യനാൽ സ്നേഹിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ വീക്ഷകോണിൽ അവൻ മനുഷ്യനെ നിരുപാധികമായി സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ തൻ്റെ സ്നേഹം അറിയണമെന്നും പകരം അവനെ സ്നേഹിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. അവനും മനുഷ്യനും തമ്മിൽ തികഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു ബന്ധമുണ്ടായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എല്ലാം ത്യജിക്കാൻ തയ്യാറായ ഒരു സ്നേഹം മനുഷ്യന് ലഭിച്ചിട്ടുള്ള പ്രത്യേക പദവിയാണിത്. നമ്മൾ അങ്ങേയറ്റം അഭിമാനിക്കേണ്ടതും അത്യധികം സന്തോഷിക്കേണ്ടതുമായ ഒരു കാര്യമാണിത്. ആരാണ് ദൈവം? അവനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവ്. മനുഷ്യരാശിയുടെ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് അവനാണ്. അവൻ അത്യുന്നതനായ സത്താണ്. പൂർണ്ണമായ ശാശ്വതമായ സ്വർഗരാജ്യം നിറവേറ്റുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? എന്നാൽ അത് അസാധ്യമാണ്. എന്തുകൊണ്ടാണ് അത് അസാധ്യം? പാപം കാരണം. എന്തുകൊണ്ട്? പാപം ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിന് പാപമില്ല. ദൈവം ശുദ്ധനാണ്. ദൈവം മഹത്വമുള്ളവനാണ്. ദൈവം മുമ്പാകെ പാപം ചെയ്ത് മനുഷ്യരായ നമുക്ക് ഈ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? നമ്മുടെ പാപങ്ങൾ നിമിത്തം നമുക്കത് ചെയ്യുവാൻ കഴിയുകയില്ല. നമുക്ക് ബൈബിളിലെ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം. രണ്ട് തിമോത്തിയോസ് 3-ാം അധ്യായം. 3-ാം അധ്യായം 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-ാം വാക്യം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും, 4-ാമത്തെ വാക്യത്തിലേക്ക് പോകാം, ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇവിടെ പറയുന്നത് നോക്കൂ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ഇതെന്താണ് പറയുന്നത്? ഇക്കാലത്ത് ആളുകൾക്ക് അറിയാവുന്നതെല്ലാം അവർ തന്നെയാണ്. വിവാഹിതരായ ദമ്പതികളും തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതിനാൽ അവർ പൊരുത്തപ്പെടുന്നില്ല എന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവർ വിവാഹമോചനം നേടുന്നു. അവർ തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഇതാണ് അന്ത്യകാലം. അടുത്തതായി അത് പറയുന്നു, ദ്രവ്യാഗ്രഹികളായിരിക്കും. ആളുകൾ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരാണെങ്കിലും പണം കാര്യത്തിലേക്ക് വരുന്നത് അനിവാര്യമാണ്. ആളുകൾ പണത്തെ സ്നേഹിക്കുന്നു. അതിനാൽ മാതാപിതാക്കളും കുട്ടികളും പണത്തിനു വേണ്ടി വഴക്കിടുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പണത്തിനു വേണ്ടി വഴക്കിടുന്നു. അടുത്തതായി അത് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ സുഖഭോഗത്തെ സ്നേഹിക്കുന്നവർ. ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ? ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, അയ്യോ അതെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിലനിർത്താൻ വിസമ്മതിക്കുന്നവനാണ് ഞാൻ. ഇത് ഞാനാണ്. ഞാൻ ഇതുവരെ ജീവിച്ച ജീവിതമെല്ലാം തെറ്റിപ്പോയി. ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. ദൈവം ജീവൻ്റെ ഉറവിടമാണ്. എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഞാൻ ഇതുവരെ ദൈവത്തെ അവഗണിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം നയിക്കുന്നത്. ഞാൻ അവനെ എൻ്റെ ഹൃദയത്തിൽ നിലനിർത്തിയില്ല. നമുക്ക് സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഈ റോമർ ലേഖനത്തിൽ ഒരു മാർക്കർ വയ്ക്കുക. എന്നിട്ട് സദൃശവാക്യം 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. പഴയ നിയമത്തിലാണ്. സദൃശവാക്യങ്ങൾ അധ്യായം 1. അധ്യായം 1. ഞാൻ വാക്യം 20 നിന്ന് വായിക്കാം. ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു,
വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അവൾ ആരവമുള്ള തെരുക്കളുടെ തലയ്ക്കിൽ നിന്ന് വിളിക്കുന്നു. നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്, ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ, നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ, നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? ഇതൊന്ന് നോക്കൂ. മതിലിന് മുകളിൽ ജ്ഞാനം നിലവിളിക്കുന്നു. ഈ ജ്ഞാനം യേശുവാണ്. ജീവിതത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നു. 23 വാക്യം, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. നാം ജ്ഞാനത്തിലേക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം ജ്ഞാനിയായവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ദൈവവചനത്തിലെ സത്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. എന്നാൽ പിന്നീട് പറയുന്നു, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് യേശുവിലൂടെ നിങ്ങൾ രക്ഷപ്പെടേണ്ടതുണ്ട്. അതാണ് ദൈവത്തിൽ നിന്നുള്ള അറിവും ജ്ഞാനവും. എന്നാൽ തങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ ആളുകൾ ശപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു, കേൾക്കുവാൻ പോലും ശ്രമിക്കുന്നില്ല. ഇത് നമ്മുടെ നാളുകളിലും പ്രയത്നങ്ങളിലും മാത്രമല്ല, ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നു. ആളുകൾ ശ്രദ്ധിക്കുന്നതായി തോന്നുന്നില്ല. ഇതിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? വാക്യം 26 നോക്കുക. ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും, നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. ലോകം കഷ്ടതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയ വിപത്തുണ്ടാകും. ആ കഷ്ടം നിങ്ങളെ പിടിക്കുമ്പോൾ വാതിലടച്ച ആളുകളുടെ മേൽ ഭീകരത വന്നാൽ അത് അവസാനിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, സങ്കടവും കഷ്ടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ, അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരയുകയും നിങ്ങളുടെ നെഞ്ചിൽ ഇടിക്കുകയും ചെയ്യും. കൊയ്ത്ത് കഴിഞ്ഞു, വേനൽ അവസാനിച്ചു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ അത് വളരെ വൈകും. കർത്താവ് നിങ്ങളെ പരിഹസിക്കുമെന്ന് ഇതിൽ പറയുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്നത് കൃപയുടെ സമയത്താണ്. ദൈവകൃപ ലഭിക്കാവുന്ന കാലത്താണ് നാം ഇപ്പോഴും ജീവിക്കുന്നത്. എന്നതിനാൽ കർത്താവിൻ്റെ ഈ വാക്കുകൾ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് നിങ്ങൾ ഓർക്കണം. ബൈബിളിലെ വാക്കുകൾ ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇതാണ് യേശുവിൻ്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് അവസരമുള്ളപ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ബൈബിൾ നിങ്ങളെ ശാസിക്കുകയും പാപം എന്താണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുക. ഞാൻ ഈ പാപങ്ങൾ ചെയ്തു, ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിക്കുകയും അനുദപിക്കുകയും ചെയ്യേണ്ടതല്ലേ? ബൈബിൾ യേശുവിൻ്റെ വചനമാണ്. അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നിങ്ങളോട് അനുകമ്പയോടെ സംസാരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുവാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് റോമർ അധ്യായത്തിലേക്ക് പോകാം. റോമർ 1-ാം അധ്യായം. ഞാൻ വീണ്ടും 28-ാം വാക്യം മുതൽ വായിക്കാം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ. ഇപ്പോൾ വാക്യം 29 മുതൽ അധ്യായത്തിൻ്റെ അവസാനം വരെ വിവിധ പാപങ്ങളുടെ പട്ടിക പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ ലിസ്റ്റിലൂടെ ജനം തിരിച്ചു വായിക്കുമ്പോൾ ഈ പാപങ്ങൾ ഏതാണ് നിങ്ങളുടെ ബാധകമാകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. അവയെല്ലാം നിങ്ങൾക്ക് ബാധകമാണെന്ന് മാത്രം കരുതരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ആ പാപം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല.
അവർ സകല അനീതിയാലും നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള സാധനങ്ങളൊന്ന് നോക്കുക. ന്യായമായ രീതിയിലല്ലാതെ നിയമവിരുദ്ധമായി നിങ്ങൾ സമ്പാദിച്ച എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദുഷ്ടതയുടെ ഉദാഹരണമാണ്. ദുഷ്ടത, നിന്ദ്യവും ദുഷിച്ചതുമായ ചിന്തകൾ, അത്യാഗ്രഹവും ഭൗതികാസക്തിയും, ദുർബുദ്ധി, ദുഷിച്ച ഉദ്ദേശങ്ങളുള്ള അവർ അസൂയ നിറഞ്ഞവരാണ്. അസൂയപ്പെടുന്നതും പാപമാണ്. കൊലപാതകം, ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നുവല്ലേ. പിണക്കം, തർക്കങ്ങളിലും ഏർപ്പെടുന്നത്, കപടം, നുണ പറയുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, മറ്റുള്ളവരെ കബളിപ്പിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ ഒരു പാപമാണ്. നിങ്ങൾ ഒരിക്കൽ മാത്രം ചെയ്താൽ പോലും. അടുത്തത് ഏഷണി. ഏഷണി പറയുന്നത് പാപമാണ്. പരദോഷം പറയുന്നവർ, മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുന്നവർ, മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുന്നവർ, ദൈവത്തെ വെറുക്കുന്നവർ, ധിക്കാരം, മറ്റുള്ളവരെ നിന്ദിക്കുകയും അവരോട് അന്യായമായി പെരുമാറുകയും ചെയ്യുന്നത്, അഹങ്കാരികൾ, മറ്റുള്ളവരെ നിന്ദിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നത്, പണം, നോട്ടം, വീട് എന്ന് തന്നെ ആയാലും അതിനെപ്പറ്റി വീമ്പിളക്കുന്നത് പാപമാണ്. അവർ തിന്മ ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നു. അവർ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കാതെ അവരെ ദുഃഖിപ്പിക്കുന്നു. അവർക്ക് ബുദ്ധിയില്ല. ഇതിൻ്റെ അർത്ഥം വിഡ്ഢികൾ. വിശ്വസ്തതയില്ല. നിങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കുന്നില്ല. ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ എല്ലായ്പ്പോഴും വാഗ്ദാനങ്ങൾ നൽകുകയും അവ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സ്നേഹമില്ല. മറ്റൊരാളോട് അനുകമ്പ കാണിക്കുവാൻ നിങ്ങൾക്ക് മാർഗങ്ങളും അവസരങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. കരുണയില്ലാത്തവർ. ഇത് ക്രൂരവും ഹൃദയശൂന്യവുമായതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദയയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പോലും ഒരു ഭർത്താവ് പ്രകോപിതനാകുകയും ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തേക്കാം. ഇത് എല്ലാവർക്കും പോകുന്നു. ദയയില്ലാതിരിക്കുക എന്നതിനർത്ഥം മറ്റുള്ളവരുടെ നിർദ്ദയവും അക്രമാസക്തവുമായിരിക്കുക എന്നതാണ്. വാക്യം 32. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ മരണത്തിന് അർഹരാണ്. ഈ വധശിക്ഷ നരകത്തിൽ തള്ളപ്പെടാനുള്ള ശിക്ഷയാണ്. അത്തരക്കാർ മരണത്തിന് അർഹരാണെന്ന് ദൈവം വിധിച്ചിരിക്കുന്നു. അതിനാൽ ഈ പാപങ്ങളുടെ വില മുഴുവനായി നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ വില നാം മുഴുവനുമായി നൽകേണ്ടതുണ്ട്. ഈ വില പൂർണ്ണമായി നൽകിയില്ലെങ്കിൽ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുകയില്ല. അടുത്തതായി നമുക്ക് 2-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് തിരിക്കാം. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ ഉടനടി ശിക്ഷിക്കപ്പെടാത്തതെന്ന് ഈ വാക്യം നമ്മോട് പറയുന്നു. കാരണം ദൈവം നമുക്ക് അനുദപിക്കുവാനുള്ള അവസരം നൽകുന്നു. പാപത്തിന് ശേഷം അനുദപിക്കുവാൻ അവർ നമുക്ക് അവസരം നൽകുന്നു. നമ്മൾ കായീനെക്കുറിച്ച് പഠിച്ചു. കായീൻ തൻ്റെ അനുജനെ കൊന്നു. അതുകൊണ്ട് ദൈവം കായീനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അങ്ങനെ കായീന് മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം നൽകി. ആ സമയത്ത് പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ ക്ഷമിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ പാപം ചെയ്താൽ ഉടൻ ശിക്ഷിക്കപ്പെടാത്തത്? കാരണം ദൈവം അവർക്ക് പശ്ചാത്തപിക്കുവാനുള്ള അവസരം നൽകുകയാണ്. എന്നാൽ പകരം ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്? തങ്ങൾ ഉടനടി ശിക്ഷിക്കപ്പെടാത്തതിനാൽ ആളുകൾ ചിന്തിക്കുന്നു, ഞാൻ പാപം ചെയ്താലും എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ദൈവം നിലവിലില്ല. ഒരു വ്യക്തി മോഷ്ടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യാം, എന്നാൽ ദൈവം അവനെ ഉടൻ ശിക്ഷിക്കുന്നില്ല. അതിന് ദൈവമില്ലെന്ന് അവൻ കരുതുന്നു. അവൻ ദൈവത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നു. മാനസാന്തരപ്പെടുവാനുള്ള ഈ അവസരം നൽകുന്നതിൽ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ
അനുകമ്പയും ദൈവത്തിൻ്റെ ഔദാര്യം അവൻ അനുഭവിക്കുന്നു. പക്ഷേ അവനത് അവഗണിക്കുന്നു. ഇനി 5-ാം വാക്യം നോക്കുക. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വയ്ക്കുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ, ദൈവം എന്നേക്കും കാത്തിരിക്കുവാൻ പോകുന്നില്ല. പശ്ചാത്തപിക്കാത്തവർക്ക് ഒരു ദിവസം, ക്രോധത്തിൻ്റെ ദിവസം വരും, ന്യായവിധിയുടെ ദിവസം. നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടതുണ്ട്. ദൈവം മുമ്പാകെ നിങ്ങളുടെ പാപങ്ങളിൽ പശ്ചാത്തപിക്കുകയും അനുതപിക്കുകയും വേണം. നിങ്ങൾ പശ്ചാത്തപിക്കാതിരുന്നാൽ നിങ്ങൾ ദൈവത്തെ അപമാനിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ അനാദരിക്കുന്നു. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വയ്ക്കുന്നു. നിങ്ങളുടെ മേൽ വരാനിരിക്കുന്ന ഈ കോപത്തിന് നിങ്ങൾ നിരന്തരം ചേർത്തുകൊണ്ടിരിക്കുന്നു. അത് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ചെയ്ത ചെറിയ പാപങ്ങൾ കുറഞ്ഞ ശിക്ഷ ലഭിക്കും, വലിയ പാപങ്ങൾക്ക് വലിയ ശിക്ഷ നരകത്തിൽ. അതിനാൽ ശിക്ഷ സംഭരിക്കപ്പെടുന്നു. ഇപ്പോൾ വാക്യം 9 നോക്കുക. 9, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും. മുമ്പ് മത്തായി 5-ാം അധ്യായത്തിൽ ജഡം നരകത്തിലേക്ക് പോകുമെന്ന് നാം വായിച്ചു. അതാണ് പറഞ്ഞത്. ഇവിടെ ആത്മാവ് കഷ്ടത അനുഭവിക്കുമെന്ന് പറയുന്നു. ആത്മാവ് അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടിനെക്കുറിച്ച് ചുരുക്കമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഇന്നത്തേക്ക് നിർത്താം. ആത്മാവിൻ്റെ കഷ്ടത. നമുക്ക് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം. രണ്ടാം വാക്യം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 2-ാം വാക്യം. അത്താഴമായപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. ഇവിടെ യൂദാസ് ഇസ്കരിയോത്താവ് എന്ന പേരുള്ള ഈ മനുഷ്യൻ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. എന്നാൽ അവൻ യേശുവിനെ അനുഗമിച്ചപ്പോൾ അത് തനിക്ക് വേണ്ടത്ര ആവേശകരമല്ലെന്ന് അദ്ദേഹം കണ്ടെത്തി. യഹൂദന്മാരുടെ നേതാക്കൾ യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. അവർക്ക് അതിനുള്ള അവസരം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് യൂദാസ് കണ്ടു. അതിനാൽ അവരെ സഹായിക്കുവാൻ താൻ തയ്യാറായി. അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ കരുതി തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി. എന്നാൽ ബൈബിൾ പറയുന്നു, ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അവൻ്റെ ഹൃദയത്തിലേക്ക് പിശാച് കയറിയെന്ന് 26-ാം വാക്യത്തിൽ പറയുന്നു. യേശു ഉത്തരം പറഞ്ഞത്, ഞാൻ അപ്പകണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ. ഇത് അവസാനത്തെ അത്താഴത്തിലെ ഒരു കഷ്ണം റൊട്ടിയാണ്. ഞാൻ അപ്പകണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ. തന്നെ ഒറ്റിക്കൊടുക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് യേശു ഇവിടെ പറഞ്ഞത്. അതിനുശേഷം കണ്ഠം മുക്കി ശീമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ഠം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. സാത്താൻ യൂദാ ഇസ്കരിയോത്താവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. 30-ാം വാക്യം. കണ്ഠം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തുപോയി. പക്ഷേ അവൻ എവിടെ പോയി? യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവൻ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. ഇങ്ങനെയാണ് യൂദാസ് ഇസ്കരിയോത്താവ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. പക്ഷേ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നിടത്തോളം കാലം അവൻ്റെ മനസ്സാക്ഷി അവനെ ഒട്ടും ബുദ്ധിമുട്ടിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? പിശാച്, സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അതിനെ മുറുകെ പിടിച്ചതാണ് കാരണം. അവൻ്റെ മനസ്സി മയക്കിക്കളഞ്ഞു. അതിനാൽ അവൻ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. അവൻ്റെ മനസ്സാക്ഷി അവനെ ഒട്ടും ബുദ്ധിമുട്ടിച്ചില്ല. പിശാചിൻ്റെ ശക്തി അവൻ്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചിരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബൈബിളിനെക്കുറിച്ചുള്ള ഈ സംസാരങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി ഒട്ടും അസ്വസ്ഥമല്ലെങ്കിൽ, മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഇത് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്.
പക്ഷെ നിങ്ങൾ വളരെ അപകടമായ അവസ്ഥയിലാണ്. അത്യന്തം അപകടകരമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചതുകൊണ്ടാണ്. അതിനാൽ പാപത്തെക്കുറിച്ച് നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ വിഷമിക്കുന്നില്ല. നിങ്ങൾ മയങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നാതിരിക്കുന്നത് പോലെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ കത്തിയെടുത്ത് നിങ്ങളെ മുറിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി മയങ്ങിയിരിക്കുന്നതിനാൽ ബൈബിൾ നിങ്ങളോട് പാപത്തെക്കുറിച്ചും നിങ്ങൾ ന്യായവിധിക്കപ്പെടുമെന്ന് പറയുമ്പോഴും നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടുന്നില്ല. അത് അത്യന്തം അപകടകരമാണ്. നിങ്ങളെ രക്ഷിക്കുന്നതിൽ നിന്ന് തടയാൻ സാത്താൻ നിങ്ങളുടെ ഹൃദയം പിടിച്ചിരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി പിശാച് പിടിച്ചിരിക്കുന്നു. നമുക്ക് മത്തായി 27 അധ്യായത്തിലേക്ക് തിരിക്കാം. വാക്യം 1. മത്തായി 27 വാക്യം 1. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ച് കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. 30 വെള്ളിക്കാശിന്. ഒരു അടിമയുടെ വിലയായിരുന്നു അത്. അവൻ ഈ ദുഷ്ടന്മാരെ യേശുവിൻ്റെ രഹസ്യസ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർക്ക് ഏൽപ്പിച്ചു. അങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്. യേശു പിടിക്കപ്പെടുകയും മതനേതാക്കന്മാരാൽ ന്യായവിധിക്കപ്പെടുവാൻ ആദ്യം കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. യേശുവിനെ 2 പ്രാവശ്യം വിചാരണ ചെയ്തു. ഒരു തവണ മതനേതാക്കൾ, 2ാം തവണ ഒരു മതേതര കോടതിയിൽ. റോമൻ ഗവർണർ അദ്ദേഹത്തെ വിചാരണ ചെയ്തപ്പോൾ അതൊരു മതേതര കോടതിയായിരുന്നു. മതകോടതിയിൽ നിന്നുള്ള ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിധിക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹത്തെ പൊന്തിയോസ് പീലാത്തോസിന് കൈമാറി. വാക്യം 3 നോക്കുക. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ഇവിടെ പറയുന്നത് കുറ്റം വിധിക്കപ്പെട്ടുവെന്ന് പറയുമ്പോൾ അതിനർത്ഥം യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതായി അവൻ കണ്ടു എന്നാണ്. ഇത് കണ്ടപ്പോൾ അവൻ അനുതപിച്ച് ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ മടക്കിക്കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു. യേശുവിന് വധശിക്ഷ വിധിച്ചതായി കണ്ടപ്പോൾ യൂദായുടെ ഹൃദയത്തിൽ പശ്ചാത്താപം തോന്നി. എന്തുകൊണ്ടാണ് അയാൾക്ക് ഈ പശ്ചാത്താപം തോന്നിയത്? സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ സാത്താൻ അവനെ വിട്ടയച്ചിരിക്കുന്നു. അങ്ങനെ അവൻ്റെ മനസ്സാക്ഷി അവനെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. യേശുവിന് പാപമില്ല, ഞാൻ അവനെ ഒറ്റിക്കൊടുത്തു എന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ അവൻ തനിക്ക് ലഭിച്ച 30 വെള്ളിക്കാശും എടുത്ത് മൂപ്പന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും അടുക്കൽ ചെന്ന്, ഞാൻ നിരപരാധിയുടെ രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞു. എന്നാൽ അവർ മറുപടി പറഞ്ഞു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അത് ഞങ്ങളുടെ കാര്യമല്ല. അവർ പണം നിരസിക്കുകയും ചെയ്തു. അടുത്തതായി വാക്യം 5 നോക്കുക. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം നോക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്നത്, തല കീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി എന്ന്. അതിൻ്റെ അർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ആത്മാവിൻ്റെ ദണ്ഡനമാണ്. ആത്മാവിനാൽ അനുഭവപ്പെടുന്ന പീഡനം മനസ്സാക്ഷി അനുഭവിച്ച പീഡനം തന്നെയാണ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്നില്ല. കാരണം അത് നിർവികാരമാണ്. എന്നാൽ നിങ്ങൾ നരകത്തിലേക്ക് തള്ളപ്പെടുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്ന് മരവിപ്പ് അപ്രത്യക്ഷമാകുന്നു. പിശാചും നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനാൽ അവന് നിങ്ങളുടെ മേലിൽ ഇനി നിയന്ത്രണമുണ്ടാകുകയില്ല. അതിനാൽ ആ സമയത്ത് നിങ്ങളുടെ മനസ്സാക്ഷി അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് മടങ്ങും, നരകത്തിൽ. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും
സൂചിയും മുള്ളും പോലെ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ കുത്തുവാൻ തുടങ്ങും. ഇസ്കരിയോത്ത യൂദാവിൻ്റെ മനസ്സാക്ഷി വളരെ അവനെ വേദനിപ്പിക്കുകയായിരുന്നു. അവൻ വളരെ വേദനാജനകമായിരുന്നു. അതുകൊണ്ട് അവൻ പോയി തൂങ്ങി മരിക്കുകയുണ്ടായി. അവൻ തലകീഴായി വീണ് നടുവെ പിളർന്ന് പൊട്ടിച്ചത്തു. അവൻ്റെ കുടലുകളെല്ലാം പുറത്തേക്ക് വന്നു. രക്ഷിക്കപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ്? രക്ഷ പ്രാപിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധവാനായിരിക്കും. പിന്നീട് ആ പാപത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ മനസ്സാക്ഷിയിലെ പീഡനത്തിൽ നിന്ന് രക്ഷ മോചിതമാകുകയാണ്. നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സാക്ഷി പിശാചിൻ്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രമാകുകയും നിങ്ങൾക്ക് അസഹനീയമായ പീഡനം അനുഭവപ്പെടുകയും ചെയ്യും. അതിനാൽ ആത്മാവിൻ്റെ ദണ്ഡനവും ജഡത്തിൻ്റെ ദണ്ഡനവുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ നിങ്ങളുടെ ശരീരത്തിൽ ആയിരിക്കും. അതിനാൽ നിങ്ങൾക്ക് മരിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ ദയവായി നിങ്ങളോട് സത്യസന്ധത പുലർത്തുക. ദൈവം മുമ്പാകെ സത്യസന്ധത പുലർത്തുക. നിങ്ങൾ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളോട് ക്ഷമിക്കുവാൻ എല്ലാ ആത്മാർത്ഥതയോടും ദൈവത്തോട് അപേക്ഷിക്കുക. നിങ്ങളുടെ പാപങ്ങൾ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് അവനോട് ക്ഷമ ചോദിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ മറ്റുള്ളവർക്കെതിരെ പാപങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവവചനം അനുസരിക്കാതിരുന്നതിനാൽ ദൈവത്തിനെതിരെയും ആ പാപങ്ങൾ ചെയ്യുന്നുവെന്ന് ഓർക്കുക. മറ്റുള്ളവരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏറ്റുപറയേണ്ടതുണ്ട് ആത്മാർത്ഥതയോടെ. പാപമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ഇതാണ്. സ്വർഗസ്ഥനായ കർത്താവേ, ഞങ്ങളെല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്, പാപങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചവരാണ്. പാപം എന്താണെന്നറിയാതെയാണ് ഞങ്ങൾ ജീവിച്ചത്. പാപം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടികൂടിയിരിക്കുന്നതിനാൽ ഞങ്ങൾ എപ്പോഴാണ് പാപം ചെയ്യുന്നത് എന്ന് പോലും അറിയുന്നില്ല. ഞങ്ങൾ പാപം ചെയ്തപ്പോൾ ഞങ്ങളുടെ മനസ്സാക്ഷി അസ്വസ്ഥമായിട്ടില്ല. അതിനാൽ ദുഷ്ടവും ലജ്ജയുമില്ലാത്തതുമായ ഹൃദയത്തോടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നയിച്ചത്. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ തലകുനിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഉണർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിക്കും അവൻ അല്ലെങ്കിൽ അവൾ അങ്ങയുടെ മുൻപിൽ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുവാൻ സഹായിക്കണമേ. ആ പാപങ്ങൾ നിങ്ങളുടെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് വയ്ക്കുന്നു. നിങ്ങളിലേക്ക് തിരിയുവാനും അവരുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുവാനും അങ്ങ് അവരെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ വിനീത ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ കഴിയത്തക്ക വിധം അവരെ നയിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.